Today's topic: preparation, properties and uses of ammonia. Ammonia. Ammonia is present in small quantities in soil and atmosphere. It is formed by the decay of nitrogenous organic matter, that is urea. അപ്പം നമ്മുടെ സോയിലും അറ്റ്മോസ്ഫിയറിലും ഒക്കെ അമോണിയയുടെ അളവെന്ന് പറയുന്നത് സ്മോൾ ക്വാണ്ടിറ്റീസ് പ്രസന്റ് ആണ്. ഇത് ഫോം ചെയ്യുന്നത് മണ്ണിനകത്ത് നൈട്രോജനസ് ഓർഗാനിക് മാറ്റർ വന്നു കഴിഞ്ഞാൽ അത് ഡീക്കേ ആകും. വാട്ടറിന്റെ പ്രസൻസിൽ ഇത് ഡീക്കേ ചെയ്തിട്ട് അതിനകത്തു നിന്നാണ് അമോണിയ ഗ്യാസ് ഫോം ചെയ്യുന്നത്. ഇപ്പൊ നൈട്രോജനസ് ഓർഗാനിക് മാറ്റർ ആണ് നമ്മൾ പറഞ്ഞല്ലോ യൂറിയ. യൂറിയയുടെ ഫോർമുലയാണ് NH2CONH2. ഇത് വാട്ടറിനകത്തുമായിട്ട് കമ്പൈൻ ചെയ്യും. സോയിലിനകത്തുള്ള വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അമോണിയം കാർബണേറ്റ് ആയിട്ടാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫോം ചെയ്യുന്നത്. അമോണിയം കാർബണേറ്റ് NH4 CO3. വീണ്ടും ഇത് ഡീകമ്പോസ് ചെയ്തിട്ടാണ് ഈ NH4, രണ്ട് NH4 ഉണ്ട്, അപ്പൊ ഇതിനകത്തുനിന്ന് രണ്ട് NH3 ഫോം ചെയ്യും. ഇനി ഈ CO3 ഒരു കാർബണും രണ്ട് ഓക്സിജനും കൂടെ ചേർന്നിട്ട് CO2 ഫോം ചെയ്യും. ഇനി ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ട്, ഇവിടെ NH4 ചോയ്സ് എന്ന NH4 ഇവിടെ നിന്നും ഒരു NH3 ഫോം ചെയ്തു, ഇവിടെ നിന്നും ഒരു NH3 ഫോം ചെയ്തു. ഇനി രണ്ടിടത്തുനിന്നും ഓരോ ഹൈഡ്രജൻ ഫ്രീ ആയിട്ട് കിട്ടും. ഈ രണ്ട് ഹൈഡ്രജനും ഇവിടുത്തെ ഒരു ഓക്സിജനും കൂടെ ചേർന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? വാട്ടർ ആയിട്ട് കിട്ടും. ഇപ്പൊ സോയിലും അറ്റ്മോസ്ഫിയറിലും എങ്ങനായിരുന്നു അമോണിയയുടെ പ്രസൻസ് വരുന്നത്? ഡീകേ ഓഫ് ഓർഗാനിക് മാറ്റർ സച്ച് ആസ് യൂറിയ. Urea reacts with water to form ammonium carbonate, which decomposes to form ammonia, water and carbon dioxide. Next, preparation of ammonia. First one, laboratory preparation. Laboratory preparation എന്ന് പറയുന്നത് heating ammonium salts with a strong base such as sodium hydroxide, potassium hydroxide or calcium hydroxide. അപ്പൊ അമോണിയയുടെ പ്രിപ്പറേഷൻ ലബോറട്ടറി പ്രിപ്പറേഷനും ഉണ്ട്, മാനുഫാക്ചറിങ് പ്രോസസ്സും ഉണ്ട്, ലാർജ് സ്കെയിൽ പ്രിപ്പറേഷൻ. അതിൽ ലബോറട്ടറി പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അമോണിയയുടെ ഏതെങ്കിലും ഒരു സോൾട്ട്, അമോണിയം ക്ലോറൈഡ്, അമോണിയം സൾഫേറ്റ്, അങ്ങനെയുള്ള അമോണിയം സോൾട്സിനെ സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡോ കാൽഷ്യം ഹൈഡ്രോക്സൈഡോ ഏതെങ്കിലും ഒരു സ്ട്രോങ് ബേസ് വെച്ച് ഹീറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? അമോണിയ. അപ്പൊ ലബോറട്ടറി പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹീറ്റിംഗ് അമോണിയം സോൾട്സ് വിത്ത് സ്ട്രോങ് ബേസ് ടു ഫോം അമോണിയ. എക്സാമ്പിൾ പറഞ്ഞാല് അമോണിയം ക്ലോറൈഡ്, ഇതിനെ നമ്മള് സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ച് ഹീറ്റ് ചെയ്യുക. സോഡിയം ഹൈഡ്രോക്സൈഡിനെയാണ് കോസ്റ്റിക് സോഡ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കോസ്റ്റിക് സോഡ. അപ്പൊ ഹീറ്റിംഗ് അമോണിയം ക്ലോറൈഡ് വിത്ത് കോസ്റ്റിക് സോഡ ഓർ സോഡിയം ഹൈഡ്രോക്സൈഡ് ടു ഫോം അമോണിയ. ഇവിടെ റിയാക്ഷൻ വരുന്നത് NH4-നകത്തെ ഒരു ഹൈഡ്രജൻ അങ്ങ് മാറ്റുക, പിന്നെ NH3 അല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് NH3. ഇനി ഈ NAയും Clഉം കൂടെ എന്തായിട്ട് മാറും? NaCl. ഇനിയും ഇവിടുത്തെ ഒരു ഹൈഡ്രജനും OHും കൂടെ ചേർന്നിട്ട് വാട്ടറുമായിട്ട് മാറും. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഹീറ്റിംഗ് അമോണിയം ക്ലോറൈഡ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ടു ഫോം അമോണിയ, sodium chloride and water. Next, ഇനി അമോണിയം ക്ലോറൈഡിന് പകരം നമ്മൾ അമോണിയം സൾഫേറ്റ് എടുത്തെന്ന് വെച്ചോ. ഫോർമുല ഓഫ് അമോണിയം സൾഫേറ്റ് NH4 ചോയ്സ് SO4. ഹീറ്റിംഗ് അമോണിയം സൾഫേറ്റ് വിത്ത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. നമുക്ക് പ്രോഡക്റ്റ് എങ്ങനെയായിരിക്കും കിട്ടുന്നത്? ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ അങ്ങ് മാറ്റുക. NH4 ചോയ്സ്. അപ്പൊ എത്ര അമോണിയ നമുക്ക് കിട്ടും? 2
OH3 പ്ലസ് ഈ CAയും SO4ഉം കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് കിട്ടുന്നത് CaSO4 പ്ലസ് ഇനി OH ചോയ്സ് എന്നാ പറയുന്നത്, 2 OH ഉണ്ട്. ഇനി ഇവിടെ NH4 ചോയ്സ് ആയിരുന്നു. ഓരോ NH4ൽ നിന്നും ഓരോ ഹൈഡ്രജൻ നമുക്ക് കിട്ടും. NH4ൽ നിന്നും നമ്മൾ NH3 ആയിട്ട് മാറി. ഇനി ഒരു ഹൈഡ്രജൻ അവിടെ ഉണ്ടല്ലോ, ഈ ഹൈഡ്രജനും OHും കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വാട്ടർ. അങ്ങനെ എത്ര NH4 ഉണ്ടായിരുന്നു? 2 NH4 ഉണ്ടായിരുന്നു. അപ്പൊ 2 ഹൈഡ്രജൻ 2 OHുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വാട്ടർ മോളിക്യൂൾ കിട്ടും? 2H2O. അപ്പൊ സെക്കൻഡ് വൺ, heating ammonium sulfate with calcium hydroxide to form ammonium, calcium sulfate and water. Next ആണ് manufacture of ammonia. അമോണിയയുടെ മാനുഫാക്ചറിംഗ് പ്രോസസ് ആണ് ഹേബർ പ്രോസസ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഹേബർ പ്രോസസ്. വാട്ട് ഈസ് ഹേബർ പ്രോസസ്? നൈട്രജൻ റിയാക്ട്സ് വിത്ത് ഹൈഡ്രജൻ in the presence of a catalyst such as iron at 200 atmospheric pressure and 700 Kelvin temperature to form ammonia. അപ്പൊ ഹേബർ പ്രോസസ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുക. അവിടെ ഒരു കാറ്റലിസ്റ്റ് വേണം. കാറ്റലിസ്റ്റ് ആണ് അയൺ. ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഹൈ പ്രഷർ ആണ് 200 അറ്റ്മോസ്ഫിയറിക് പ്രഷറും മിനിമം ടെമ്പറേച്ചർ ആണ് 700 കെൽവിൻ. എന്നിട്ട് അമോണിയ ആയിട്ട് മാറും. ഈ പ്രോസസ് ആണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഹേബർ പ്രോസസ്. നൈട്രജൻ റിയാക്ട്സ് വിത്ത് ഹൈഡ്രജൻ in the presence of a catalyst such as iron at 200 atmospheric pressure and 700 Kelvin to form ammonia. This process is known as Haber process. ഇനി ഇൻഡസ്ട്രീസിൽ ഈ അമോണിയയുടെ ഈൽഡ് കൂട്ടാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മൾ +1 പഠിച്ചിട്ടുണ്ടായിരുന്നു ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ അനുസരിച്ച് പ്രോഡക്റ്റിന്റെ അളവ് കൂട്ടാനുള്ള മാർഗം എന്തൊക്കെയായിരുന്നു? അതായത് ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുക. ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ റിയാക്ഷൻ നടക്കത്തില്ല. വീണ്ടും റിയാക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടൻസ് ബിക്കംസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ്. അപ്പൊ റിയാക്ടന്റിന്റെയും പ്രോഡക്റ്റിന്റെയും കോൺസെൻട്രേഷൻ ഈക്വൽ ആയിട്ട് വരുന്ന കണ്ടീഷനാണ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിൽ എത്തിയാൽ പിന്നെ റിയാക്ഷൻ നടക്കത്തില്ല. കൂടുതൽ റിയാക്ഷൻ നടക്കുവാണെങ്കിൽ നമുക്ക് കൂടുതൽ അമോണിയ കിട്ടും. അതിനുള്ള ഒരു മാർഗമാണ് ഈ പ്രോഡക്റ്റ് റിമൂവ് ചെയ്യുക. ഫോം ചെയ്യുമ്പോൾ തന്നെ അമോണിയയുടെ അളവങ്ങ് നമ്മൾ ഫോം ചെയ്യുന്ന അമോണിയ റിമൂവ് ചെയ്യുക. അപ്പോൾ അമോണിയയുടെ അളവ് അവിടെ കുറയും. അന്നേരം നമുക്ക് എന്ത് കിട്ടും? കൂടുതൽ പ്രോഡക്റ്റ് കിട്ടും. അപ്പൊ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് പ്രോഡക്റ്റ്. നെക്സ്റ്റ്, ഇത് രണ്ടും ഈക്വൽ കോൺസെൻട്രേഷനിൽ ഇരിക്കും. ഇനി റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുവാണെങ്കിൽ, അപ്പൊ റിയാക്ടന്റ് കൂടി നിൽക്കുക, പ്രോഡക്റ്റ് ഇപ്പം കുറഞ്ഞു നിൽക്കുക. ഇത് ഈക്വൽ ആയിട്ട് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഫോർവേഡ് റിയാക്ഷൻ നടക്കണമല്ലോ. ഫോർവേഡ് റിയാക്ഷൻ നടന്നാൽ കൂടുതൽ അമോണിയ കിട്ടും. അപ്പൊ സെക്കൻഡ് മെത്തേഡ് ആണ് ഇൻക്രീസിംഗ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. പ്രഷർ എങ്ങനെ അഫക്ട് ചെയ്യുമെന്ന് നോക്കാം. ഇപ്പൊ ഈ റിയാക്ഷൻ അനുസരിച്ച് ഇവിടുത്തെ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ് എന്ന് പറയുന്നത് N2 മീൻസ് 1 molecule N2 reacts with 1 mole N2 reacts with 3 mole hydrogen. So total number of moles of reactant 4 ആണ്. Then number of moles of product എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ റിയാക്ടന്റിൽ നമ്പർ ഓഫ് മോൾസ് കൂടുതലും പ്രോഡക്റ്റിൽ കുറവും. അപ്പം പ്രഷർ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഏത് റിയാക്ഷൻ നടക്കും? ഫോർവേഡ് റിയാക്ഷൻ നടക്കും.
ഫോർവേഡ് റിയാക്ഷൻ നടന്നാൽ നമുക്ക് എന്ത് കിട്ടും? കൂടുതൽ അളവ് അമോണിയ കിട്ടും. അപ്പം തേർഡ് എന്ന് പറയുന്നത് ഇൻക്രീസ് ദ പ്രഷർ. പ്രഷർ ഇൻക്രീസ് ചെയ്യുക. ദെൻ ടെമ്പറേച്ചർ എടുത്താൽ ഇത് എക്സോതെർമിക് റിയാക്ഷനാണ്. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടുവാണെന്നുണ്ടെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. അപ്പൊ മിനിമം ടെമ്പറേച്ചർ, ലോ ടെമ്പറേച്ചർ ആ ഫേവറബിൾ. പക്ഷെ ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഒരു മിനിമം ടെമ്പറേച്ചർ വേണം. ആ ടെമ്പറേച്ചറിനെയാണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അമോണിയയുടെ ഒപ്റ്റിമം ടെമ്പറേച്ചർ ആണ് 700 കെൽവിൻ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് അമോണിയയുടെ അളവ് കൂട്ടാം. ഹേബർ പ്രോസസ്സിൽ അമോണിയയുടെ ഈൽഡ് കൂട്ടാനുള്ള മെത്തേഡ്സ് ആണ് ഫസ്റ്റ് റിമൂവൽ ഓഫ് പ്രോഡക്റ്റ്, increase the concentration of reactants, then increase the pressure. അപ്പൊ ഇത്രയാണ് ഹേബർ പ്രോസസ്. ഓർത്തോണ്, ഹേബർ പ്രോസസ് എന്താണ്? ഇൻഡസ്ട്രീസിൽ അമോണിയയുടെ അളവ് കൂട്ടുന്നതിനുള്ള മെത്തേഡ്സ് ആണ് റിമൂവൽ ഓഫ് പ്രോഡക്ട്സ്, ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്, ദെൻ ഇൻക്രീസ് ദ പ്രഷർ. ഇനി ഒപ്റ്റിമം ടെമ്പറേച്ചർ. ഈ റിയാക്ഷൻ എക്സോതെർമിക് ആണ്. അപ്പൊ ലോ ടെമ്പറേച്ചർ ആണ് ഫേവറബിൾ. പക്ഷെ ഇവിടെ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഒരു മിനിമം ടെമ്പറേച്ചർ വേണം. ദാറ്റ് ടെമ്പറേച്ചർ ഈസ് നോൺ ആസ് ഒപ്റ്റിമം ടെമ്പറേച്ചർ. ദ ഒപ്റ്റിമം ടെമ്പറേച്ചർ ഓഫ് അമോണിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹേബർ പ്രോസസിന്റെ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 700. നെക്സ്റ്റ്, സ്ട്രക്ചർ ഓഫ് അമോണിയ. അമോണിയയുടെ ജോമെട്രിയാണ് പിരമിഡൽ ഷേപ്പ്. പിരമിഡൽ എന്ന് പറഞ്ഞാൽ ഈ ട്രൈപോഡ് സ്റ്റാൻഡ് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഈ ഇവിടെ നടുക്കായിട്ട് സെൻട്രൽ ആറ്റമായിട്ട് നൈട്രജൻ വരുന്നുണ്ട്. ഈ 3 സൈഡിലായിട്ട് ഹൈഡ്രജൻ. ഇത് 3 NH ബോണ്ടിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഒരു പെയർ ലോൺ പെയർ ആയിട്ട് വരുന്നുണ്ട്. നൈട്രജന്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ എടുത്തു കഴിഞ്ഞാൽ വിച്ച് കണ്ടെയ്ൻസ് 5 ഇലക്ട്രോൺസ്. 3 ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് കോവലൻ ബോണ്ട് ഫോർമേഷൻ എടുക്കും. ഇനി ഒരു പെയർ 2 ഇലക്ട്രോൺസ് ലോൺ പെയർ ആയിട്ടുണ്ട്. അത് തന്നെ ഇങ്ങനെ മുകളിലായിട്ട് വരും. അപ്പൊ പിരമിഡൽ ഷേപ്പ് ആണ്. അതിനകത്ത് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. അപ്പോൾ ഇതാണ് അമോണിയയുടെ ജോമെട്രി, പിരമിഡൽ ഷേപ്പ്. ഇതാണ് ഒരു പെയർ ഇലക്ട്രോൺ. ഇനി HNH ബോണ്ട് ആംഗിൾ, അതായത് ഇത് H, ഇവിടെ സെൻട്രൽ ആയിട്ട് നൈട്രജൻ ഉണ്ട്, HNH. ഇതിന്റെ ഈ ആംഗിൾ എന്ന് പറയുന്നതാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് 107.8 ഡിഗ്രി. ഇനി NH ബോണ്ട് ലെങ്ത്, ഈ നൈട്രജനും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് ലെങ്ത് ആണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് 101.7 പൈക്കോമീറ്റർ. നെക്സ്റ്റ്, പ്രോപ്പർട്ടീസ്. പ്രോപ്പർട്ടീസിനകത്ത് വരുന്നതാണ് ഫസ്റ്റ്, water soluble ammonia is a weak base because it produces OH minus ions. അമോണിയ വാട്ടർ സോലുബിൾ. ഈ വാട്ടർ സോലുബിൾ ഫോമിനെയാണ് നമ്മൾ അമോണിയ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്, അമോണിയം ഹൈഡ്രോക്സൈഡ്. ഇതൊരു വീക്ക് ബേസ് ആണ്. കാരണം OH മൈനസ് അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളത് കൊണ്ടാണ് ഇത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ബേസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബേസ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് പ്രൊഡ്യൂസ് OH മൈനസ് അയോൺസ്. അപ്പൊ വാട്ടർ സോല്യൂബിൾ ഓർ അമോണിയ സൊല്യൂഷൻ ഈസ് എ വീക്ക് ബേസ്. വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീസൺ എന്തായിരിക്കും? ബിക്കോസ് ഇറ്റ് പ്രൊഡ്യൂസസ് OH മൈനസ് അയോൺസ്. സോ ഇറ്റ് ആക്ട് ആസ് എ വീക്ക് ബേസ്. NH അമോണിയ വാട്ടർ സോലുബിൾ ഫോം ആണ്. എന്തെന്ന് പറയുന്നത്? NH4OH, അമോണിയം ഹൈഡ്രോക്സൈഡ്. ഇതെന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? OH മൈനസ്. ഇത് ഡീകമ്പോസ് ചെയ്ത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് NH4 പ്ലസും OH മൈനസുമായിട്ട് മാറും. OH മൈനസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബേസ്. നെക്സ്റ്റ്, റിയാക്ഷൻ വിത്ത് മെറ്റൽ സോൾട്ട് സൊല്യൂഷൻ. ഒരു മെറ്റൽ സോൾട്ട് സൊല്യൂഷനകത്തോട്ട് അമോണിയ സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോഴുള്ള റിയാക്ഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറച്ച് ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ ഉണ്ട്, FeCl3 ഫെറിക് ക്ലോറൈഡ്. ഇതിനകത്തോട്ട് നമ്മൾ അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുക, അതായത് aqueous solution of ammonia. We get a brown precipitate. Because iron combines with the OH,
to form ferric hydroxide. Formation of ferric hydroxide shows the brown precipitate. ഫെറിക് ക്ലോറൈഡിനകത്തോട്ട് നമ്മൾ അമോണിയ ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ എടുക്കും. ഫെറിക് എന്ന് പറയുമ്പോൾ വാലൻസി 3 ആണ് ഫോർമുല FeCl3. ഇതിനകത്തോട്ട് അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുമ്പം ഈ അയണും OHും കൂടെ കമ്പൈൻ ചെയ്യും. എന്നിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഫെറിക് ഹൈഡ്രോക്സൈഡ്. ഫെറിക് ഹൈഡ്രോക്സൈഡ് ആയതുകൊണ്ടാണ് FeOH ത്രൈസ് എന്ന് വന്നത്. പ്ലസ് NH4ഉം Clൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്തും കിട്ടും? അമോണിയം ക്ലോറൈഡ്. ഈ ഫെറിക് ഹൈഡ്രോക്സൈഡിന്റെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ്. ദെൻ അലൂമിനിയം ക്ലോറൈഡ് AlCl3. നമ്മൾ അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുവാണെങ്കിൽ we get a white precipitate. കാരണം അലൂമിനിയം combines with OH to form അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. ഈ അലൂമിനിയം ഹൈഡ്രോക്സൈഡിന്റെയാണ് വൈറ്റ് precipitate. Then അമോണിയം NH4 combines with chlorine to form അമോണിയം ക്ലോറൈഡ്. അപ്പൊ അമോണിയം ഹൈഡ്രോക്സൈഡ് ഫെറിക് ക്ലോറൈഡിനകത്തോട്ട് ആഡ് ചെയ്യുവാണെങ്കിൽ we get brown precipitate. Ammonium hydroxide added to aluminium chloride to form a white precipitate of aluminium hydroxide. ഇതാണ് മെറ്റൽ സോൾട്ട് സൊല്യൂഷനുമായിട്ടുള്ള റിയാക്ഷൻ. അപ്പൊ മറന്നു പോകല്, അമോണിയം ഹൈഡ്രോക്സൈഡും മെറ്റൽ സോൾട്ട് സൊല്യൂഷനുമായിട്ടുള്ള റിയാക്ഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഫെറിക് ക്ലോറൈഡിനകത്തോട്ട് അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന precipitate കളർ എന്തായിരിക്കും? ബ്രൗൺ. കാരണം എന്താണ്? അവിടെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഫെറിക് ഹൈഡ്രോക്സൈഡ്. അപ്പൊ അമോണിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട്സ് വിത്ത് ഫെറിക് ക്ലോറൈഡ് ടു ഫോം ഫെറിക് ഹൈഡ്രോക്സൈഡ് ആൻഡ് അമോണിയം ക്ലോറൈഡ്. But in the case of aluminum chloride, we get a white precipitate. This is due to the formation of aluminium hydroxide. Aluminium hydroxide ഇന്റെയാണ് white precipitate ആയിട്ട് കിട്ടുന്നത്. Next, complex formation. അമോണിയയ്ക്ക് കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ടിനകത്തെ ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള കഴിവുണ്ട് അമോണിയയ്ക്ക്. ലിഗാൻഡ് എന്ന് പറഞ്ഞാല് നമ്മളൊരു കോർഡിനേഷൻ കോമ്പൗണ്ട് എടുത്താൽ അവിടെ ഒരു സെൻട്രൽ മെറ്റൽ ആറ്റം ഉണ്ട്. അതിന് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലിഗാൻഡ്. അപ്പൊ അമോണിയ ആക്ട് ആസ് എ ലിഗാൻഡ്. അതിനുള്ള കാരണം അമോണിയയിലെ നൈട്രജനകത്ത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ടാണ് ഇത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ലിഗാൻഡ്. അതുപോലെ ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഓൺ നൈട്രജൻ. കോംപ്ലക്സ് ഫോർമേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Cu2+ NH3യും കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന കോംപ്ലക്സ് ആണ് CuNH3 4 ടൈംസ് 2+ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. ഇവിടെ NH3യിലെ നൈട്രജനകത്ത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ കോപ്പറിന് ഡൊണേറ്റ് ചെയ്യും. എന്നിട്ട് കോപ്പറും ഈ NH3യും തമ്മിൽ ഒരു കോർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യും. കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ബോണ്ട് ഫോം ചെയ്യാൻ 2 ഇലക്ട്രോൺ വേണം. ഈ 2 ഇലക്ട്രോണിനെയും ഏതെങ്കിലും ഒരാറ്റമാണ് ഡൊണേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഷെയർ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ബോണ്ട് ഈസ് നോൺ ആസ് കോർഡിനേറ്റ് ബോണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടുന്ന 2 ഇലക്ട്രോൺസിനെയും ഡൊണേറ്റ് ചെയ്യുന്നത് അമോണിയയാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ ബോണ്ട് എന്തായിട്ട് വരുന്നത്? കോർഡിനേറ്റ് ബോണ്ട്. എനിവേ ഇത് ഇമ്പോർട്ടന്റ് റിയാക്ഷൻ ആണ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Cu2+ 4NH3 ഗീവ്സ്. ഇതിന്റെ പ്രോഡക്റ്റ് നമ്മൾ എഴുതാനാ ചോദിക്കുന്നത്. ഇത് കണ്ടു കഴിയുമ്പോൾ ഓർത്തോണം, കോംപ്ലക്സ് ഫോർമേഷൻ ആണ്. കിട്ടുന്ന കോംപ്ലക്സ് ആണ് CuNH3 4 ടൈംസ് 2+. നെക്സ്റ്റ്, നിങ്ങൾ പ്രാക്ടിക്കലിനൊക്കെ സോൾട്ട് അനാലിസിസിനകത്ത് ചെയ്യുന്നതാണ്. നമുക്ക് തന്നിട്ടുള്ള സോൾട്ടിനകത്ത് ക്ലോറൈഡിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതിന്റെ കൺഫർമേറ്ററി നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്യുന്നത്?
നമുക്ക് തന്നിട്ടുള്ള സോൾട്ട് സൊല്യൂഷനകത്തോട്ട് സിൽവർ നൈട്രേറ്റ് നമ്മൾ ഒഴിക്കും. സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? ഒരു വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് കിട്ടും. ആ വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് ഫോം ചെയ്താൽ നമ്മൾ പറയും അവിടെ എന്തിന്റെ പ്രസൻസ് ഉണ്ട്? ക്ലോറൈഡ്. ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ള സോൾട്ടിനകത്ത് ക്ലോറൈഡിന്റെ പ്രസൻസ് ഉണ്ട്. നമ്മൾ Cl-. ഇതിനകത്തോട്ട് സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുമ്പം നമുക്ക് അവിടെ ഒരു വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് കിട്ടും. ഈ വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് AgNO3 എടുത്തു കഴിഞ്ഞാൽ Ag പ്ലസും NO3 മൈനസ്. ഈ Ag പ്ലസും Cl കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? സിൽവർ ക്ലോറൈഡ്. ഈ സിൽവർ ക്ലോറൈഡിന്റെയാണ് വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ്. പക്ഷെ ഇതിനകത്തോട്ട് നമ്മൾ എക്സസ് അമോണിയ ആഡ് ചെയ്താൽ, അതായത് അമോണിയം ഹൈഡ്രോക്സൈഡ്, അമോണിയ സൊല്യൂഷൻ ആഡ് ചെയ്യുവാണെങ്കിൽ ഈ വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് ഇൻസോലബിൾ ആയിട്ട് മാറും. ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുമ്പം ഇവിടുത്തെ സിൽവറും അമോണിയം കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്കിവിടെ ഒരു കോംപ്ലക്സ് കിട്ടും. ആ കോംപ്ലക്സിന്റെ ഫോർമേഷൻ കൊണ്ടാണ് അത് ഇൻസോലബിൾ ആയിട്ട് മാറുന്നത്. നമുക്ക് കിട്ടുന്ന കോംപ്ലക്സ് ആണ് AgNH3 ചോയ്സ് Cl. ഇതാണ് ഇവിടെ ഫോം ചെയ്യുന്ന കോംപ്ലക്സ്. ഇപ്പൊ ഓർത്തോണം, പ്രാക്ടിക്കലിന് വൈവയ്ക്കും ഒക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സിൽവർ ക്ലോറൈഡ്, അതായത് ക്ലോറൈഡിന്റെ കൺഫർമേറ്ററി സിൽവർ നൈട്രേറ്റ് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് വിച്ച് ഈസ് സോലുബിൾ in excess ammonium hydroxide. This is due to the formation of a complex that is AgNH3 choice Cl. ഇത് രണ്ടെണ്ണമാണ് അമോണിയയുടെ കോംപ്ലക്സ് ഫോർമേഷൻ. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഈ റിയാക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. രണ്ട് കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്, ഇപ്പൊ നമ്മൾ എടുക്കുന്നത് അമോണിയയും ക്ലോറിനുമായിട്ടുള്ള റിയാക്ഷനാണ് പറയാൻ പോകുന്നത്. ഇവിടെ ഫസ്റ്റ് കേസിൽ നമ്മൾ എടുക്കുന്നത് അമോണിയ എക്സസ് ആണ്. അതായത് അമോണിയയുടെ അളവ് കൂടുതലും ക്ലോറിൻ കുറവുമാണ് എങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് അമോണിയം ക്ലോറൈഡ്. NH4Cl പിന്നെ നൈട്രജനുമാണ് ഫോം ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് റിയാക്ഷൻ ആണ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ അത് ചോദിക്കുന്നതാണ്. അപ്പൊ NH3 + Cl2 അമോണിയ എക്സസ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഓർത്തോണം വി ഗെറ്റ് അമോണിയം ക്ലോറൈഡ് ആൻഡ് നൈട്രജൻ. ഇത് പ്രാക്ടിക്കലിൽ ചെയ്യുന്നതാണ്. ക്ലോറൈഡിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ആയിട്ട് നമുക്ക് ഇത് എടുക്കാൻ പറ്റും. നമ്മൾ തന്നിട്ടുള്ള സോൾട്ടിനകത്ത് ക്ലോറിൻ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? നമുക്ക് ക്ലോറൈഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് സോൾട്ടിനകത്തോട്ട് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എടുത്ത് ഹീറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് വൈറ്റ് ഫ്യൂംസ് വരും. ഈ ഫോം ചെയ്യുന്ന വൈറ്റ് ഫ്യൂംസ് ക്ലോറിന്റെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അമോണിയയിൽ മുക്കിയ ഒരു ഗ്ലാസ് റോഡ് നമ്മൾ കാണിക്കുക. അപ്പൊ ഈ ഫോം ചെയ്യുന്ന വൈറ്റ് എന്നുള്ളത് വൈറ്റ് ഫ്യൂംസ് നല്ല തിക് വൈറ്റ് ഫ്യൂംസ് ആയിട്ട് മാറും. അപ്പൊ ഈ പുറത്തോട്ട് വരുന്ന ക്ലോറിൻ ഗ്യാസ് ആണ് നമ്മൾ അമോണിയ മുക്കിയ ഗ്ലാസ് റോഡാണ് കാണിക്കുന്നത്. അപ്പൊ ഈ അമോണിയ മുക്കിയ ഗ്ലാസ് റോഡില് അമോണിയയുടെ അളവ് കൂടുതലാണ്. ഈ പുറത്തോട്ട് വരുന്ന ഗ്യാസില് ക്ലോറിൻ ഉണ്ട് എങ്കിൽ ആ ക്ലോറിന്റെ കുറച്ച് മാത്രമേ അമോണിയയുമായിട്ട് കോണ്ടാക്ട് വരുന്നുള്ളൂ. അപ്പൊ അമോണിയ ഇവിടെ എക്സസ് ആണ്, ക്ലോറിൻ അതിനെക്കാട്ടി കുറവാ. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? അവിടെ അമോണിയം ക്ലോറൈഡ്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ എന്ത് കിട്ടുന്നത്? തിക് വൈറ്റ് ഫ്യൂംസ്. അപ്പോൾ എക്സസ് അമോണിയ reacts with chlorine to form ammonium chloride and nitrogen. ഇനി തിരിച്ച് അമോണിയ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുക. പക്ഷെ ക്ലോറിൻ ആണ് ഇവിടെ എക്സസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് എങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് നൈട്രജനും ക്ലോറിനും കൂടെ കമ്പൈൻ ചെയ്ത് നൈട്രജൻ ക്ലോറൈഡ്, ദാറ്റ് ഈസ് NCl3 പ്ലസ് ഹൈഡ്രജനും Cl കൂടെ ചേർന്നിട്ട് HCl. ഇത് എക്സ്പ്ലോസീവ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് NCl3. But nitrogen reacts with the excess chlorine to form NCl3 and HCl. ഇത് ഇമ്പോർട്ടന്റ് റിയാക്ഷൻ ആ. കണ്ടീഷൻ നോക്കിയ നമ്മൾ ആൻസർ ചെയ്യാവോ? അമോണിയ എക്സസ് ആണ് എങ്കിൽ നമുക്ക് കിട്ടുന്നത് അമോണിയം ക്ലോറൈഡും നൈട്രജനും. ദെൻ ക്ലോറിൻ എക്സസ് ആണെങ്കിൽ വി ഗെറ്റ് NCl3 and HCl. Then uses of ammonia.
ഫസ്റ്റ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് ഫെർട്ടിലൈസേഴ്സ്. അമോണിയ അടങ്ങിയ ഫെർട്ടിലൈസറിന്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അമോണിയം സൾഫേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ് അങ്ങനെയൊക്കെയുള്ള. ദെൻ മാനുഫാക്ചർ ഓഫ് നൈട്രിക് ആസിഡ്, ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ഓസ്വാൾഡ്സ് പ്രോസസ്. ദെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ റെഫ്രിജറന്റ്. പിന്നെ ഇത് ലബോറട്ടറി റിയേജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഇതൊക്കെയാണ് യൂസസ്. അപ്പൊ യൂസസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ റെഫ്രിജറന്റ്, laboratory reagent, manufacture of fertilizers, then manufacture of nitric acid. അപ്പൊ ഇത്രയൊക്കെയാണ് അമോണിയയെ പറ്റിയുള്ളത്. പ്രിപ്പറേഷൻ പഠിക്കണം, അതിന്റെ പ്രോപ്പർട്ടീസ്, സ്ട്രക്ചർ, യൂസസ്. ഈ ഓരോ റിയാക്ഷനും ഇമ്പോർട്ടന്റ് ആണ്. റിയാക്ഷൻ എഴുതി പഠിക്കണം. എസ്പെഷ്യലി അമോണിയം ക്ലോറിനും ആയിട്ടുള്ള റിയാക്ഷൻ, കോംപ്ലക്സ് ഫോർമേഷൻ, ഈ റിയാക്ഷൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ പ്രിപ്പറേഷൻ.